ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിലേക്ക് സ്വാഗതം. വളരെ ചൂട് കൂടിയ ഒരു സമയമാണല്ലോ. നമുക്കെന്തെങ്കിലും തണുത്തതൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു സമയമാണല്ലോ ഇത്. മാങ്ങയാണെങ്കിൽ കടകളിൽ സുലഭമായി കിട്ടുകയും ചെയ്യും. നമുക്കിന്നൊരു മാങ്ങാ പുഡിംഗ് ഉണ്ടാക്കിയാലോ? വളരെ ഈസിയായി വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മാങ്ങയാണ്. ഒരു മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനോട് തന്നെ നമുക്ക് നല്ല ഏകദേശം 2-3 ആൾക്ക് കഴിക്കാനുള്ള പുഡിംഗ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണിത്, വല്ലിക മാങ്ങയാണിത്. ഇത് നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ ഇത് അരിഞ്ഞു കഴിഞ്ഞ് നമുക്കിനി ഒരു 1/2 ലിറ്റർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഏകദേശം തിള വന്നതിന് ശേഷം ചെറിയ ചൂടിൽ നമുക്ക് ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പകുതി ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാം പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. തീ നല്ലവണ്ണം കുറക്കുക. പഞ്ചസാര ആവശ്യമുള്ളവർ ഈ സമയത്ത് ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, മധുരം ചേർക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മധുരം ആവശ്യമുള്ളവർ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തു. നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് അതിലേക്ക് ഒഴിച്ച് വെക്കാം. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളിലേക്ക് ബാക്കി വരുന്ന പാലൊഴിച്ച് നമുക്കൊന്നുകൂടി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ഈ കട്ടിയുള്ള മാങ്ങ ജ്യൂസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ സാവധാനം സ്പ്രെഡ് ചെയ്താൽ മതി. എല്ലായിടത്തും ആക്കി നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഈ മാങ്ങ പുഡിങ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കണേ. പുഡിങ് നല്ലൊരു കളറിനും നല്ലൊരു അലങ്കാരത്തിനും വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചെറിയ പീസ് മാങ്ങ കഷ്ണങ്ങൾ നിരത്തി വെക്കാം. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും വെക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനെ മാങ്ങ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. നമുക്ക് അവക്കാഡോയുടെ ചെറിയ പീസും ഇതിലേക്ക് ചേർക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പൊടിച്ച് നമുക്കതിലേക്ക് ചേർത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. കൂടാതെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ബൈ, സീ യു.